ഹലോ ഡിയേഴ്സ്, എല്ലാവരും ഇപ്പോൾ എസ്തെറ്റിക് ആയിട്ടുള്ള ഐറ്റംസിന് പിന്നാലെയാണ്. ഒരു എസ്തെറ്റിക് കോർണർ സെറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഡ്രീമുമാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എസ്തെറ്റിക് ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് ത്രെഡും ഗ്ലാസ് ബോട്ടിലും. അപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മുന്നേ ക്യാൻഡിൽ ഇരുന്നിട്ടുള്ള ബോട്ടിലാണ്. അതുപോലെ തന്നെ മാക്രാമേ ത്രെഡ് ബീജ് കളറിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളറിലെ കയറും എടുത്തിട്ടുണ്ട്. ഇനി ഈ മാക്രാമേ ത്രെഡിൽ നിന്ന് ഒരു ലോങ് പീസ് നമ്മുടെ കുപ്പിയിൽ കെട്ടാവുന്ന അളവിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ലോങ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നമുക്ക് റിമൈൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയാം. ഇനി കുറേയധികം സ്മോൾ ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. അതായത് രണ്ടായിട്ട് മടക്കിയാൽ ഈ ബോട്ടിലേക്കാൾ ലോങ് ആയി വരുന്ന ത്രെഡുകൾ കട്ട് ചെയ്തെടുക്കുക. അത് എത്ര എണ്ണം വേണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ അതിൻ്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ലോങ് ത്രെഡ് എടുത്ത് നമ്മുടെ ബോട്ടിലേക്കൊന്ന് കെട്ടിക്കൊടുക്കുക. ഇനി വേണ്ടത് ഒരു വൈറ്റ് കളറിലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളറിലെ ത്രെഡാണ്. വൈറ്റാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് അതൊരു കയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നമ്മുടെ ബോട്ടിൽ ഒരു സ്പാർട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ത്രെഡ് മുകളിലും താഴെയോ ആയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ നല്ല മുറുക്കെ ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കറങ്ങി പോവുക. അങ്ങനെ ഒരു 4 ലെയർ ഈ ബോട്ടിൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞാനിതിന് മാക്രാമേ ത്രെഡ് തന്നെ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കുതിരവാല് പോലെ കിടക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയില്ല. ഒരു ക്ലീൻ ആയിട്ടുള്ള ചീപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ചീകിയിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ നമ്മുടെ ബോട്ടിലായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.